പ്രൈസ് ദി ലോർഡ്. ബഥനി ബൈബിൾ കോളേജിൻ്റെ 2013-2014 ഗ്രാജുവേഷനിൽ എനിക്ക് കുടുംബമായി ഇത് പങ്കെടുക്കുവാൻ കർത്താവ് ഞാനൊരു അവസരം ഒരുക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ പുനലൂർ പ്രവർത്തിക്കുന്ന ബഥേൽ ബൈബിൾ കോളേജിൻ്റെ ഒരു വർഷം രണ്ടാം മഹായുദ്ധ സമയത്ത് മിഷണറിമാരെല്ലാം അമേരിക്കയിൽ പോയപ്പോൾ പാസ്റ്റർ A.C. സാമുവലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഹാളിൽ വെച്ച് ഏതാണ്ട് ഒരു വർഷത്തോളം ആ ബൈബിൾ കോളേജിൻ്റെ ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ബഥനി ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ ഇവിടെ നടക്കുന്നതിലും അതിയായ സന്തോഷം. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് അവരെ സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ, പഠിച്ചത് ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഈ നാളിൽ നിങ്ങളെ ശക്തീകരിക്കട്ടെ. എല്ലാവിധമായ ആശംസകൾ പാസ്റ്റർ A.C. സാമുവലിൻ്റെ മക്കളുടെ എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുന്നു. ഇതിന് വളരെ സാമ്പത്തികമായ കാര്യത്തെക്കുറിച്ചെല്ലാം കേട്ടല്ലോ. അതിന് നേതൃത്വം നൽകിയ ചെയർമാൻ റവറൻ T.J. സാമുവൽ സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ പണമുണ്ടെങ്കിലും അത് നല്ലവണ്ണം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തക്കതായ ഒരു പ്രിൻസിപ്പളിനെ സന്തോഷ് ജോണിനെ നമുക്ക് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ വിശ്വസ്തയോടുകൂടി തന്നെ എപ്പോൾ കണ്ടാലും വളരെ സന്തോഷമാണ്. പൈസ ഉണ്ടായാലും ഇല്ലേലും സന്തോഷ് ജോൺ വളരെ സന്തോഷത്തോടാണ്. പേര് തന്നെ സന്തോഷം എന്നാണെങ്കിലും ആണ്. അതെപ്പോഴും ഒരു സന്തോഷ പുഞ്ചരിയാണ് എപ്പോഴും കാണുമ്പോൾ. എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഇരിക്കും കർത്താവ് പ്രിയ സന്തോഷ് പാസ്റ്ററെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കോളേജിന് ഒരു അനുഗ്രഹമായ ഒരു മുൻ പ്രിൻസിപ്പളായി തന്നെ തുടർന്നു ഇരിക്കട്ടെ. കൂടെ സഹകരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്ന അധ്യാപകരായിട്ടുള്ള എൻ്റെ വളരെ അടുത്ത സ്നേഹം പുലർത്തുന്ന റവറൻ രാജൻ എബ്രഹാം, PC. ജോൺ പാസ്റ്റർ, ഇവരെല്ലാം പ്രത്യേകം എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരും വളരെ ദൂരെ നിന്ന് തിരുവല്ലയിൽ നിന്ന് അടൂരിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വളരെ ത്യാഗം സഹിച്ചാണ് അവരും തിരുവനന്തപുരത്ത് വന്ന് ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടി. അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ ഫാക്കൽറ്റീസ് മെമ്പേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും പാസ്റ്റർ A.C. സാമുവലിൻ്റെ എല്ലാ മക്കളുടെയും ആശംസയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരിക്കും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ബഥനി ബൈബിൾ കോളേജിൻ്റെ ഓരോ ഗ്രാജുവേഷനും എന്നെ ഓർത്ത് സന്തോഷ് ജോൺ ബ്രദർ വിളിക്കാറുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമൂഹത്തോട് നന്ദി അറിയിക്കുന്നു. കാരണം മുമ്പ് കഴിഞ്ഞ 4-5 വർഷങ്ങൾ നടന്ന ഓരോ ഗ്രാജുവേഷൻ സെറിമണിയും നമ്മളിരുന്നത് നടന്ന സ്ഥലം ഓർക്കുക. കാട്ടാക്കട പോലുള്ള സ്ഥലം, ഇവിടെ അടുത്ത് വാടകയ്ക്ക് പല കെട്ടിടങ്ങളിൽ നടന്ന സെറിമണീസ്, അതിലൊക്കെ ഉപരിയായിട്ട് ഈ വർഷം ദൈവം അത്ഭുതകരമായിട്ട് നല്ലൊരു ഹാളിൽ വളരെ സന്തോഷം തോന്നത്തക്ക അന്തരീക്ഷത്തിൽ നടക്കുവാൻ ദൈവം വളരെയേറെ സഹായിച്ചു. നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് ടാലൻ്റുള്ള ഒരു പ്രസിഡൻ്റാണ് നമുക്കുള്ളത്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നേതൃസ്ഥാനത്ത് T.J. സാമുവൽ സാറ് വഹിക്കുന്ന പങ്ക് ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട്. സഭ അനുഭവിക്കുന്ന ഓരോ വേദനയിലും ഓരോ പ്രശ്നത്തിലും ഇടപെടുന്നത് ഒരു പ്രത്യേക രീതിയിൽ. സമൂഹത്തിൽ നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത ചില വലിയ സ്ഥാനങ്ങളിൽ പോയി പോലും സഭയുടെ കാര്യം അവതരിപ്പിക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് വളരെ ടാലൻറ്റഡായിട്ടത് അവതരിപ്പിച്ച് നേടാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നല്ലൊരു ഹാളിൽ ദൈവം തന്ന ദാനത്തിൽ ഈ ഒരു സെറിമണി നടക്കുമ്പോൾ ഞാനുമായിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും നമ്മുടെ ഗ്രാജുവേറ്റ് ചെയ്ത സ്റ്റുഡൻസിനോട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിലോട്ടാണ് നമ്മുടെ രാജ്യം നീങ്ങുന്നത്. വളരെ വെല്ലുവിളികൾ കാണും. തളർന്നു പോകരുത്, പതറിപ്പോകരുത്. നമ്മുടെ മുൻ പിതാക്കന്മാർ വളരെയേറെ കഷ്ടവും നിന്ദയും സഹിച്ച് നേടിയെടുത്ത വലിയ ദൈവിക പ്രവർത്തനത്തിൻ്റെ ബാക്കി അത് അറ്റുപോകാതെ ചെയ്തു തീർപ്പാനാണ് നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. എന്നാൽ അന്നത്തെ സമൂഹം അനുഭവിച്ചതിനേക്കാട്ടിൽ വളരെ സാധ്യതകളുള്ള ലോകത്താണ് നാം ആയിരിക്കുന്നത്. വളരെ കമ്മ്യൂണിക്കേഷൻ നടത്തത്തക്കവണ്ണം, ആളുകളെ വിതിൻ സെക്കൻഡ്സ് ലോകമെമ്പാടും അറിയിക്കത്തക്കവണ്ണം, സുവിശേഷീകരണത്തിന് വളരെ സാധ്യതകളുള്ള യുഗത്തിൽ വളരെയേറെ നമുക്ക് ചെയ്യാനുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഏതൊരാവശ്യത്തിലും ഇടപെടാനുള്ള സന്നദ്ധതയും ഞങ്ങൾ
അറിയിച്ചുകൊണ്ട് എൻ്റെയും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് സകലവിധ സന്തോഷവും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞാനിരിക്കുന്നു. ബഥേൽ ബൈബിൾ കോളേജിൻ്റെ അധ്യാപകനും അതോടൊപ്പം തന്നെ മുൻ സെക്രട്ടറിയുമായ ഫിന്നി സാറ് മുൻപോട്ട് വന്ന് ഗ്രീറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ സെൻറ്റേഴ്സിനെ എല്ലാം പ്രതിനിധീകരിച്ച് റോബർട്ട് കിങ്സ്റ്റൺ പാസ്റ്റർ മുൻപോട്ട് വന്ന് ഈ സദസ്സിനെ ഗ്രീറ്റ് ചെയ്യുന്നതായിരിക്കും. It's my joy and my privilege to be here for the graduation service of the Bethany Bible College. Few months ago, I asked the principal, Pastor Santosh John, about the North Indian students studying here and the contributions that Bethany does and did for the North Indian ministry. And I was really amazed to hear his reply, and that time itself I thought I would attend the graduation of Bethany this year. I really appreciate the chairman, Pastor Reverend T.J. Samuel, and the principal, Reverend Santosh John, and the team, the faculty, the people behind preparing these young men and women for the ministry. And I have a word for the graduating students. You are sitting in a historic place. You must be knowing how first a man who belongs to the Assemblies of God, who is our former superintendent, entered to this campus. It was a very heartbreaking thing at that time that he was sent from the bus because he didn't have enough money to go up to Trivandrum. He was sent out of the bus and he sat here, and to my understanding that is where this beautiful hall is placed. And from that kind of an experience, God has brought us to this magnificent and beautiful atmosphere. And now the graduates, those who are sitting in this campus, must know how our God is wonderful. Our God can do miracles in our lives. Not only that, I would like to say a words for you. In the book of Acts, the last 2 verses, it reads about Paul the apostle. He stayed in the house where he rented. See, where should the graduates stay? They should not stay in your home or the house constructed by your parents, but you should be in the place where God sends you to the ministry. That is the place where you are supposed to stay. And it is told about Paul that he has received all the people, those who came to his residence. Likewise, wherever you stay, all the residents, the natives of that particular place where you are going to stay, should have welcome in your house. And it talks, you are being well trained here, you are taught languages, you are studied Old Testament, New Testament, church history, everything. You are fully equipped now, and preach with confidence. It should not have any break, and the subject of your sermon should be the kingdom of God. Those all things are found in those 2 verses. I would advise you to meditate those 2 verses throughout the time that you are in the ministry and be successful in the days to come. I extend my greetings. It is my joy to come with my wife to attend this graduation. Not only mine, but I also, on behalf of Bethel Bible College, Punalur, extend all greetings to the graduates. May God bless you. Praise the Lord. Bethany Bible College in 2013-2014 വർഷത്തെ ഗ്രാജുവേഷനിൽ സംബന്ധിക്കുവാൻ എനിക്കും ഒരവസരം കർത്താവ് തന്നതിൽ വളരെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ കർത്താവിൽ പ്രസിദ്ധനായ നമ്മുടെ സൂപ്രണ്ടൻറ്റ് ടി ജെ സാമുവൽ സാർ, ബഥനി ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന സന്തോഷ് ജോൺ സാർ, സഹ അധ്യാപകർ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രസിദ്ധരായ ദൈവത്തിൻ്റെ ദാസന്മാർ ഈ വേദിയിലുണ്ട്. പ്രിയ ദൈവദാസന്മാരെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഗ്രാജുവേഷൻ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസികളെയും, ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളെയും വന്ദനം ചെയ്യുന്നു. ബഥനി ബൈബിൾ കോളേജിൻ്റെ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് 4 ഇടത്ത് നടക്കുന്നുണ്ട്. 3 കല്ലുമൂട്, കാഞ്ഞിരംകുളം, ഊരുട്ടമ്പലം, കഴക്കൂട്ടം, ഇങ്ങനെ 4 സെൻറ്ററുകളിലായിട്ട് ഈവനിങ് ബൈബിൾ
കോളേജുകൾ ബൈബിൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഊരുട്ടമ്പലം സഭയിലും എല്ലാ ഞായറാഴ്ചയും 5 മുതൽ 9 മണി വരെ ബഥനി ബൈബിൾ കോളേജിൽ നിന്നും അധ്യാപകർ അവിടെ വന്ന് വചനം പഠിപ്പിക്കുകയും 13 പേർ കോഴ്സ് ആരംഭിച്ചെങ്കിലും ഇപ്പോൾ 9 പേര് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട്. ഊരുട്ടമ്പലം സഭയിൽ നിന്ന് 6 പേര് ഇന്ന് ബിരുദം സ്വീകരിക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ എനിക്കും സന്തോഷത്തോടെ നിൽക്കാൻ ദൈവം ഒരു അവസരം തന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥാപനം ഭാരത സുവിശേഷീകരണത്തിൽ വഹിക്കുന്ന മഹത്തായ പങ്കിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനമുള്ള സൂപ്രണ്ടൻറ്റിന് ദൈവം കൊടുത്തതായ ദർശനപ്രകാരം ബഥനി ബൈബിൾ കോളേജിനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി കോളേജായി അപ്ഗ്രേഡ് ചെയ്ത് ഈ നിലയിൽ ഈ മഹാപ്രസ്ഥാനം വളർന്നു വരുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന് ദൈവം അവിടെ റവറൻഡ് ടി.ജെ. സാമുവൽ സാറിന് കൊടുത്തതായ ദർശനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നേതൃത്വം കർത്താവ് ഈ പ്രസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ഞാൻ എപ്പോഴും ഓർക്കുമ്പോൾ ഒരു അപ്പോസ്റ്റോലിക് അനോയിൻറ്റിങ് കർത്താവിൻ്റെ ദാസനിലുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദാസൻ്റെ ലീഡർഷിപ്പിനെ ഞാൻ വളരെയധികം ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇത്രയും അനുഗ്രഹീതനായ ഒരു ദൈവദാസനെ ദൈവം നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും കരങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ ബഥനി ബൈബിൾ കോളേജിൽ നിന്ന് 2 സഹോദരന്മാർ ബഥനി മിഷൻസിൻ്റെ കളക്ഷന് വേണ്ടി വന്നിരുന്നു. ഏകദേശം 4 ലക്ഷത്തിലധികം രൂപ ഈ വർഷത്തെ ഈ വേനൽ കാലത്ത് നോർത്ത് ഇന്ത്യൻ മിഷന് വേണ്ടി വിദ്യാർത്ഥികളും അധ്യാപകരും പുറപ്പെടുമ്പോൾ അവരുടെ ചിലവുകൾക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഞങ്ങളുടെ സഭ നല്ലൊരു സംഭാവന നൽകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എത്രയും വേഗം എല്ലാ വിശ്വാസികളിൽ നിന്നും കളക്ഷൻ എടുത്ത് അത് അയക്കുന്നതാണ്. മാത്രമല്ല ഞങ്ങളുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളിൽ 2 പേർ അവർക്ക് മിഠായി മേടിക്കുന്നതിനും ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നതിനുമൊക്കെ ഉണ്ടായിരുന്ന കാശ് അവരൊരു ബോക്സിൽ നിക്ഷേപിച്ചിരുന്ന തുകയും ബഥനി ബൈബിൾ കോളേജിൻ്റെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മിഷന് വേണ്ടി ഞങ്ങളതും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഞങ്ങളൊരു സംഭാവന നൽകുന്നതാണ്. ഞാനിത് പറഞ്ഞതിന് കാരണം ഇവിടെ എന്നെ കേൾക്കുന്ന ഈ മേഖലയിലുള്ള അനേക പാസ്റ്റർമാർ, വിശ്വാസികൾ, ദൈവമക്കളിവിടെ ഉണ്ട്. ബഥനിയെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സഹായിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ബഥനി മിഷൻസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നുള്ളതായ പ്രാർത്ഥനയും സംഭാവനകളും നൽകി ഈ മകൾ സ്ഥാപനത്തെ എല്ലാവരും ഒന്ന് കൈത്താങ്ങുകയും ഇത് ഭാരത സുവിശേഷീകരണത്തിന്, ഈ പ്രസ്ഥാനം, ഈ ബഥനി ബൈബിൾ കോളേജ് ഭാരത സുവിശേഷീകരണത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്നൊരു സ്ഥാപനമായി വളർന്നു വരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളെ ഞാൻ വന്ദനം ചെയ്യുന്നു. ഐ ഗ്രീറ്റ് യു ആൻഡ് കൺഗ്രാജുലേറ്റ് യു. May God bless you all in the days to come in the ministry field, especially in India and also wherever God sends you. May God bless you all. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ഉത്തര ഭാരത സുവിശേഷീകരണത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ബെന്നി പി ചാക്കോ അദ്ദേഹം 1 മിനിറ്റ് എടുക്കുന്നതായിരിക്കും. അതിനുശേഷം മിഷൻ ഇന്ത്യ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൾ സണ്ണി സാറ് പുറകിൽ വന്നിട്ടുണ്ട്. അദ്ദേഹവും 1 മിനിറ്റ് എടുക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഗ്രാജുവേഷൻ സർവീസിൽ ചെയർമാനായിരിക്കുന്ന ഈ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ കർത്താവിൻ്റെ ദാസൻ റവറൻഡ് സന്തോഷ് ജോൺ സാർ, അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ റവറൻഡ് ടി.ജെ. ഷമൽ സാർ, അതുപോലെ നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന ദൈവദാസന്മാർ, ഫാക്കൽറ്റി, ഇവിടെ കടന്നു വന്നിരിക്കുന്ന അഭ്യുദയകാംക്ഷികളായിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, അതുപോലെ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന എല്ലാ ദൈവദാസിദാസന്മാർ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെല്ലായിടത്തും ഇന്ത്യക്ക് പുറത്തും സുവിശേഷീകരണത്തിന് ദർശനത്തോടെ കാൽവെപ്പ് വയ്ക്കുന്ന ഈ ബഥനി ബൈബിൾ കോളേജിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് അയച്ചുകൊണ്ട് കർത്താവിൻ്റെ പേരിൽ ചെയ്യുന്ന 135ഓളം
മിഷന്മാരുടെ കൂട്ടത്തിൽ വളരെ ശക്തരായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവഭൃത്യന്മാരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബദനിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കടന്നുപോയിരിക്കുന്നതെന്ന് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയുവാൻ കഴിയും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഇവിടുത്തെ എക്സ്റ്റൻഷൻ കോഴ്സിൽ പഠിച്ച ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. അദ്ദേഹം ജാർഖണ്ഡിൽ കടന്നുപോയി കർത്താവിൻ്റെ വേല ആരംഭിച്ചത് ഇവിടെ വെച്ച് തനിക്ക് ദൈവം കൊടുത്ത ദർശനപ്രകാരമാണ്. ഈ ദേശത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് കടന്നു വന്ന് ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ ദൈവം തനിക്ക് കൊടുത്ത ദർശനപ്രകാരം കടന്നുപോയി അവരെ സുവിശേഷീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഗ്രാമങ്ങളിലേക്ക് അവർ ക്ഷണിക്കുകയും ആ ഗ്രാമങ്ങളിൽ കടന്നു പോകുവാൻ അവർ താനിവിടെ ബൈബിൾ കോളേജിലും അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്റ്റിലും അതിനുവേണ്ടി അപേക്ഷിക്കുകയും അത് അനുസരിച്ച് ഞങ്ങളവിടെ തന്നെ അയക്കുകയും ചെയ്തു. ജാർഖണ്ഡിൽ താൻ കടന്നു ചെന്ന 6 മാസത്തിനകം ഏകദേശം 30-ൽ പരം പേര് അതേ കൂടി വരുന്ന അതേ സ്നാനപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ അവിടെ ഉണ്ടാകുവാനിടയായി തീർന്നു. മാത്രമല്ല 10 സെൻറ്റ് സ്ഥലം അവിടെ സ്വന്തമാക്കുവാൻ ദൈവം സഹായിച്ചു. ഒരു ഹോള് അവിടെ ദൈവം അദ്ദേഹത്തിന് നൽകുവാനിടയായി തീർന്നു. മറ്റെവിടെയെങ്കിലും അങ്ങനെ വേഗത്തിലൊരു സുവിശേഷീകരണം നടന്നിട്ടുണ്ടെന്നും എനിക്കറിയത്തില്ല. കാരണം വിശാലമായ ഒരു ദർശനം ആരുടെ ഉള്ളിലുണ്ടെങ്കിലും അവിടെയെല്ലാം വിശാലമായ നിലയിൽ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന ദൈവത്തിൻ്റെ ദാസന് ദൈവം കൊടുത്ത ആ നല്ല ദർശനത്തോടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ സുവിശേഷീകരണത്തിന് വേണ്ടി നല്ല പ്രോത്സാഹനം കൊടുത്ത് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. വരുന്ന നാളുകളിൽ ഈ പ്രസ്ഥാനം ഈ നമ്മുടെ അസംബ്ലി സഹോദരന് മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അതേ സുവിശേഷീകരണത്തിന് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് പറയുന്നു, നിങ്ങൾ തലപൊക്കി നോക്കിയാൽ അത് ഇപ്പോൾ തന്നെ അതേ കൊയ്ത്തിന് വയൽ വിളഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. അതേ തല ഉയർത്തി നോക്കുമ്പോൾ മാത്രമാണ് അതേ സഭ അതേ വളരുന്നത്, അത് ദേശം കൊയ്ത്തിനായി ഒരുങ്ങിയിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേ നിമിഷ സമയം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ആ യേശുക്രിസ്തു ശമരിയിലേക്ക് കടന്നു ചെന്ന് അതേ ആ ദേശത്തിലെ ഒരു സ്ത്രീയോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതേ ചില മണിക്കൂറിനകം ആ പട്ടണം മുഴുവൻ യേശുവിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നെങ്കിൽ ഈ വർഷത്തെ ദർശനവും അതേ മിഷനും എന്നുള്ളതായ അതേ ഈ സബ്ജക്റ്റോടെ ആ വിഷനോടെ അതേ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുന്ന ബദനിയിലെ ഗ്രാജുവേറ്റ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ ഇന്ത്യയിൽ കീഴടക്കുവാൻ സ്വർഗം അവരെ സഹായിക്കട്ടെ എന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിമഹത്വകരമായ നാമം ഈ ഗ്രാജുവേഷൻ ശുശ്രൂഷയിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ, ഉയർത്തപ്പെടുമാറാകട്ടെ. ഈ ബൈബിൾ കോളേജിൻ്റെ ചെയർമാൻ, അതുപോലെ ഈ ബൈബിൾ കോളേജിൻ്റെ എക്സലൻ്റായിട്ടുള്ള ലീഡർഷിപ്പ് എടുക്കുന്ന അതിൻ്റെ പ്രിൻസിപ്പാളായിരിക്കുന്ന പ്രിയ സന്തോഷ് സാർ, ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്ന എൻ്റെ സ്വദേശിയായ ഡോക്ടർ ചാക്കോ തോമസ് സാറിനായി, ഇവിടെയുള്ള എല്ലാ ലീഡേഴ്സിനായി, അതുപോലെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസ്, നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ എല്ലാ കഠിനാധ്വാനങ്ങളെയും ദൈവം ധാരാളമായി സഹായിക്കുമാറാകട്ടെ. സി തോമസ് സാറും ഞാനും കൊല്ലം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ഈ സുവിശേഷമാണ് ഞങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദൈവം നമ്മെ വിളിച്ചത് ഈ വലിയ നാമത്തെ ഉയർത്തുവാനും പുകഴ്ത്തുവാനും ഇതിൻ്റെ ദിവ്യ സാക്ഷികളായി ജീവിക്കുവാനുമാണ്. ഈ നാമത്തിന് അപമാനം വരുന്ന, അപവാദം വരുന്ന യാതൊന്നിലും ഇടപെടുവാൻ പാടുള്ളതല്ല. മിഷൻ ഇന്ത്യ ബൈബിൾ കോളേജിൻ്റെ എല്ലാവിധമായ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. കൺഗ്രാജുലേഷൻസ്. ഗോഡ് ബ്ലസ് യു. May I at this time bring greetings from some of our guests who would very much like to be here. Due to some reason or other, they could not make it. So I just read their names. നമ്മുടെ ഈ ഗ്രാജുവേഷന് വരാനുള്ള ക്ഷണമുണ്ടായിരുന്നെങ്കിലും എന്തോ കാരണങ്ങൾ കൊണ്ട് വന്ന് സംബന്ധിക്കുവാൻ കഴിയാതിരുന്നവരുടെ അവർ സന്ദേശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ മാത്രം വായിക്കുന്നു. ബ്ലെസ്സിങ്സ് ഫ്രം ജിഞ്ചർ സ്റ്റാഫോർഡ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് ടു ഡേവിഡ് ആൻഡ് ബെത്ത് ഗ്രാൻഡ്. ഡേവിഡ് ഗ്രാൻഡ് നമ്മുടെ ഒരു മുൻകാല മിഷണറിയാണ്. ഗ്രീറ്റിംഗ്സ് ഫ്രം Reverend Moses Murray, the General Superintendent of the Assemblies of God of East India. From Dr. Balakrishna Sharma, Principal of Nepal Theological College, Kathmandu. And greetings from
Graham Hedges, Secretary, Christians in Library and Information Service. And Brother Mark and Kathy Daniels from Florida, one of our missionaries who used to visit us. I think last year he was here with us for our graduation service. And also greetings from Tom, Brother Tom, who works in our Assemblies of God office, Punalur, Dr. Annie George, Faith Theological Seminary, and Benson Abraham, Bangalore, and Reverend Pravin Kumar Israel, President of Southern Asia Bible College, Bangalore, and Reverend Vivek Dindorkar, Superintendent of the Maharashtra District Council of the South Indian Assemblies of God, Maharashtra, and Dr. Arun K. Sarkar, President of Bantain Theological College, Calcutta, or presently to say Kolkata, all right? And also greetings from Pastor Benson Peniel, AG Church, Port Blair, and etc. We appreciate them even in their absence for sending their greetings, and thank you. God bless you. ഗ്രാജുവേഷൻ സർവീസിനായിട്ട് ഈ സ്ഥലം സഭ കാണിച്ച സേവനത്തെയും സ്നേഹത്തെയും മാനിച്ചുകൊണ്ട് ഈ സഭയിലെ ശുശ്രൂഷകനും അതുപോലെ തന്നെ ഇവിടുത്തെ സെക്രട്ടറി മുൻപോട്ട് വന്ന് ഒരു ചെറിയ ഉപഹാരം ഞങ്ങൾ ഇന്ന് കൈപ്പറ്റുവാനായിട്ട് സ്വീകരിക്കുന്നു. അതിനായിട്ട് ഞാൻ കർത്താവിൻ്റെ ദാസൻ ടി ജെ സാമുൽ അവരുകളെ മുൻപോട്ട് ക്ഷണിക്കുന്നു. അധ്യാപകരോടൊപ്പം ഒരു നിഴൽ പോലെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഒരു സഹോദരനുണ്ട്. ബഥനി ബൈബിൾ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏത് അധ്യാപകൻ്റെ ഏത് ജോലിക്കും ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതാണെങ്കിലും യാതൊരു വൈമനസ്യവും കാണിക്കാതെ ഓടി നടന്ന് ഞങ്ങളോടൊപ്പം ചെയ്യുന്ന ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ബ്രദർ എൽ ഷിജു ഈ വർഷം ബഥനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയുടെ 7 ബുക്സ് പ്രിൻ്റ് ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. കറസ്പോണ്ടൻസ് കോഴ്സിൻ്റെ മുഴുവൻ നോട്ട്സും 36 വിഷയങ്ങളുടെ നോട്ട്സ് പ്രിൻ്റ് ചെയ്തതിൻ്റെ ബഹുഭൂരിപക്ഷം വർക്കുകളും ചെയ്തത് ആ പ്രിയപ്പെട്ടവനാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ബഥനിയുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തത് ദൈവഭൃത്യനാണ്. ഈ സെക്ഷൻ്റെ കണ്ണമൂല ഒരു ചെറിയ പ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം തന്നെ ബഥനിയുടെ സ്റ്റാഫായിട്ട് ഷിജു വർക്ക് ചെയ്യുന്നു.